വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, സെയിൽഫോഴ്സ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സെയിൽഫോഴ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ പാർട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്, സെയിൽഫോഴ്സ് ഡെവലപ്മെന്റ് പഠിക്കണം, അതുപോലെ തന്നെ സെയിൽഫോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട്, അതുപോലെ അപ്പെക്സ് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റിനെ കുറിച്ചും അപ്പെക്സിനെ കുറിച്ചും ഓട്ടോമേഷനെ കുറിച്ചും ഒക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ചോദിച്ചുകൊണ്ട് ധാരാളം റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇനി ഈ കോഴ്സ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് അഡ്മിൻ അറിയില്ല എങ്കിൽ ഈ അപ്പെക്സും അതുപോലെ ഡെവലപ്മെന്റും ഒക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെയിൽഫോഴ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ പാർട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ പാരലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. കാരണം എനിക്കിപ്പം വീക്ക്ലി വൺസ് ഓർ ട്വൈസ് മാത്രമേ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒന്ന്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എനിക്ക് 2 ബാച്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസ് വരാൻ തീർച്ചയായിട്ടും കുറച്ച് ഡിലേസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്കൊരു 2 to 3 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഡെവലപ്മെന്റിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി അപ്പെക്സ്, ലൈറ്റിംഗ് വെബ് കോമ്പണൻസ്, ഓറ കോമ്പണൻസ്, ഓട്ടോമേഷൻ, റെസ്റ്റ് API തുടങ്ങിയ എല്ലാ കൺസെപ്റ്റുകളും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പെക്സ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് നിർബന്ധമില്ല. ഒരു ബിഗിനേഴ്സിന് എങ്ങനെയാണോ ട്രെയിൻ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മൾ സെഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ബേസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതേസമയം നിങ്ങൾക്ക് ജാവയോ അല്ലെങ്കിൽ പൈത്തണോ പോലെയുള്ള ഹയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാമെങ്കിൽ അപ്പെക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ബൈക്ക് ഓടിക്കണമെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സൈക്കിൾ ചവിട്ടാൻ അറിയാമെങ്കിലും ബൈക്ക് ഓടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. സോ അടുത്ത സെക്ഷൻ മുതൽ നമുക്ക് അപ്പെക്സ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഡൗട്ട്സുകളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് വീഡിയോസ് വീണ്ടും ഇടാനുള്ള പ്രചോദനം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.